നമസ്കാരം. ന്യൂനപക്ഷങ്ങളെ കൊല്ലാക്കൊല ചെയ്യുന്ന പാകിസ്ഥാനെ ഇന്ത്യ പഞ്ഞിക്കിട്ട് കഴിഞ്ഞു. പാകിസ്ഥാന്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടിക്കൊണ്ട് ഒരു നിർണായക വിവരം പുറത്തു വന്നിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ട് പാകിസ്ഥാന്റെ കള്ളത്തരങ്ങളെയും കുപ്രചരണങ്ങളെയും വലിച്ചുകീറുന്നതാണ്. ഇന്ത്യയിലെ ന്യൂനപക്ഷം സുരക്ഷിതരാണ് എന്നും അവരുടെ ജനസംഖ്യയിൽ വൻ വളർച്ചയാണ് രേഖപ്പെടുത്തിയതെന്നുമാണ് ആ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ആഗോളതലത്തിൽ നിന്നുള്ള വിവരങ്ങളും സാഹചര്യങ്ങളും വിലയിരുത്തിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. 1950നും 2015നും ഇടയിൽ ഇന്ത്യയിലെ ഭൂരിപക്ഷ ഹിന്ദു ജനസംഖ്യയുടെ വിഹിതം 7.81% കുറഞ്ഞു. അതേസമയം മുസ്ലിം സമുദായത്തിന്റെ അനുപാതം 43.15% വർദ്ധിച്ചതായി പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നുണ്ട്. മതന്യൂനപക്ഷങ്ങളുടെ വിഹിതം ഒരു ക്രോസ് കൺട്രി വിശകലനം എന്ന തലക്കെട്ടിലുള്ള പഠനത്തിൽ ഈ കാലയളവിൽ ഇന്ത്യയിലെ ഹിന്ദു ജനസംഖ്യയുടെ പങ്ക് 7.8% കുറഞ്ഞ് 78.06%. നേരെ മറിച്ച് മുസ്ലിം ക്രിസ്ത്യൻ ജനസംഖ്യയുടെ വിഹിതം യഥാക്രമം 43.15% വർദ്ധിച്ച് 14.09%, 5.4% മുതൽ 2.36% വർദ്ധിച്ചു. അതേപോലെ ഇതേ കാലയളവിൽ സിഖ് ബുദ്ധമത ജനസംഖ്യയുടെ പങ്ക് യഥാക്രമം 1.85%, 0.81% കൂടിയിട്ടുണ്ട്. എന്നിരുന്നാലും ജനസംഖ്യാ മിശ്രിതത്തിൽ ജൈനരുടെയും പാഴ്സികളുടെയും പങ്ക് കുറയുകയും 2015 യഥാക്രമം 0.36%, 0.004%. എന്തുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ സംഭവിച്ചതെന്ന് കണ്ടെത്താനല്ല, മറിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് സമൂഹത്തിൽ കൂടുതലോ കുറവോ പ്രാതിനിധ്യം ലഭിക്കുന്നുണ്ടോ എന്നറിയാൻ കണക്കുകൾ നോക്കുകയാണെന്ന് കൗൺസിൽ നടത്തിയ പഠനം വ്യക്തമാക്കുന്നുണ്ട്. ന്യൂനപക്ഷങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ അവരെ പരിപോഷിപ്പിക്കുന്ന അന്തരീക്ഷവും സാമൂഹിക പിന്തുണയും ഉണ്ടാകണം എന്നതാണ് ഈ പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. അതല്ലാത്ത പക്ഷം, അതായത് വളരുവാൻ വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തില്ല എങ്കിൽ ന്യൂനപക്ഷങ്ങൾ നിലം പതിക്കും, അവർക്ക് ഉയർന്നു വരാൻ സാധിക്കുകയില്ല എന്നും ഈ പഠനം സൂചിപ്പിക്കുന്നുണ്ട്. പല അയൽ രാജ്യങ്ങളും അവരുടെ ഭൂരിപക്ഷ സമുദായത്തിന്റെ ജനസംഖ്യയിൽ കുതിച്ചുചാട്ടം നടത്തുന്നുണ്ട്. മാലദ്വീപ് ഒഴികെയുള്ള എല്ലാ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലും ഭൂരിപക്ഷ മതവിഭാഗത്തിന്റെ വിഹിതത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. മുസ്ലിം ഇതര ഭൂരിപക്ഷമുള്ള 5 രാജ്യങ്ങളിൽ ശ്രീലങ്കയിലും ഭൂട്ടാനിലും മാത്രമാണ് ഭൂരിപക്ഷ ജനസംഖ്യയുടെ വിഹിതത്തിൽ വർധനവുണ്ടായത്. പല കോണുകളിലെയും ബഹളത്തിന് വിരുദ്ധമായിട്ട് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടുക മാത്രമല്ല, യഥാർത്ഥത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യുന്നുവെന്നാണ് ഈ പഠനം വ്യക്തമാക്കുന്നത്. ദക്ഷിണേഷ്യൻ അയൽപ്പക്കത്തെ ഭൂരിപക്ഷ മതവിഭാഗങ്ങളുടെ വിഹിതം കണക്കിലെടുക്കുമ്പോൾ ഇത് വളരെ ശ്രദ്ധേയമാണെന്നും പഠന റിപ്പോർട്ട് വാദിക്കുന്നുണ്ട്. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്ക, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ മതവിഭാഗം വർദ്ധിക്കുകയും ന്യൂനപക്ഷ ജനസംഖ്യ ഭയാനകമാകുന്ന വിധത്തിൽ ചുരുങ്ങുകയും ചെയ്തിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ ഇന്ത്യ താരമാകുന്നത്. ആഗോളതലത്തിൽ ഭൂരിപക്ഷ മതവിഭാഗത്തിന്റെ പങ്ക് ഏകദേശം 22% കുറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രധാന ഭൂഖണ്ഡങ്ങളിലും കൂടുതൽ രാജ്യങ്ങൾ ഭൂരിപക്ഷ മതവിഭാഗത്തിന്റെ വിഹിതത്തിൽ വർധനവിനേക്കാൾ ഇടിവ് കാണുന്നുമുണ്ട്. 1950നും 2015നും ഇടയിൽ ഭൂരിപക്ഷ മതവിഭാഗത്തിന്റെ വിഹിതത്തിൽ പരമാവധി വർധനവ് കണ്ട 20 രാജ്യങ്ങളിൽ ഇവയെല്ലാം ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ഇസ്ലാം അധിഷ്ഠിത വിഭാഗങ്ങൾ ഭൂരിപക്ഷ മതവിഭാഗമായിരുന്ന രാജ്യങ്ങളാണ്. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ന്യൂനപക്ഷമായ ഹിന്ദുക്കളുടെ വളർച്ചയിൽ വലിയ കുറവാണ് സംഭവിച്ചിട്ടുള്ളത്. അവിടെ ഭൂരിപക്ഷമായ മുസ്ലിങ്ങളുടെ ജനസംഖ്യ കൂടുകയും ചെയ്തു. ബംഗ്ലാദേശിൽ 18.5%, പാകിസ്ഥാനിൽ 3.7% മുസ്ലിങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യ, മ്യാൻമാർ, നേപ്പാൾ എന്നീ രാജ്യങ്ങളിൽ ഭൂരിപക്ഷ വിഭാഗം കുറയുകയും ന്യൂനപക്ഷങ്ങൾ വർദ്ധിക്കുകയും ചെയ്തപ്പോൾ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ ഭൂരിപക്ഷ മതവിഭാഗക്കാർ വർദ്ധിക്കുകയും ന്യൂനപക്ഷങ്ങൾ വലിയ തോതിൽ കുറയുകയും ചെയ്തു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. പഠന റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ അടക്കം വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമാണ് ന്യൂനപക്ഷങ്ങൾക്ക് ജനാധിപത്യമായ സുരക്ഷയും അവകാശങ്ങളും ഉൾപ്പെടെ ലഭ്യമാക്കുന്നത്. ഇത്തരം നയങ്ങളുടെ ഫലമാണ് രാജ്യത്തെ ന്യൂനപക്ഷത്തിന്റെ വളർച്ച സാധ്യമാക്കിയതെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ന്യൂനപക്ഷങ്ങൾക്ക് വളർന്നു വരാനുള്ള സാഹചര്യങ്ങൾ ഇന്ത്യ നൽകുന്നുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. എന്നാൽ പാകിസ്ഥാനിലെ സ്ഥിതിവിശേഷം നമുക്ക് അറിയാവുന്നതാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരെ ശക്തമായ ചൂഷണമാണ് അവിടെ അഴിച്ചുവിടുന്നത്. അവരെ പീഡിപ്പിക്കുന്നതിന് കയ്യും കണക്കുമില്ല. അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിച്ചുകൊണ്ട് അവരുടെ മനുഷ്യ അവകാശങ്ങളെ പോലും മാനിക്കാതെയാണ് പാകിസ്ഥാനിലെ പ്രവർത്തികൾ അത്രയും. ന്യൂനപക്ഷങ്ങളെ നശിപ്പിച്ച് വെണ്ണീറാക്കുന്ന ഒരു ഭരണകൂടമാണ് പാകിസ്ഥാനുള്ളത്. അതേ പാകിസ്ഥാൻ തന്നെയാണ് ഇന്ത്യയെ താറടിച്ചു കാട്ടാൻ, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ വിധി നിർണ്ണയിക്കാനായി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ശക്തമായി പാകിസ്ഥാനെ തുരത്തി ഓടിക്കുന്നത്. UN-ലടക്കം പാകിസ്ഥാനെ നഖശിഖാന്തമാണ് ഇന്ത്യ വിമർശിച്ചിട്ടുള്ളത്. കാരണം സ്വന്തം രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ പരിശോധിക്കാതെ, അവർക്ക് വേണ്ട അവകാശങ്ങൾ സംരക്ഷിക്കാതെയാണ് പാകിസ്ഥാൻ ഇന്ത്യയെ മാർക്കിടാനായിട്ട് അല്ലെങ്കിൽ ഇന്ത്യക്ക് മൂല്യം നൽകുവാനായി വരുന്നത്. എന്തായാലും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് പാകിസ്ഥാനിലെ പോലെയുള്ള അവസ്ഥയല്ല എന്നതാണ് എടുത്തു പറയേണ്ടത്.
അവർക്ക് വളരാനുള്ള എല്ലാ പരിതസ്ഥിതികളും ഇന്ത്യയിലുണ്ട്. അതിന്റെ ഫലം തന്നെയാണ് ഈ പഠന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്.